Hello everyone, welcome to Nahid Sabri's YouTube channel and this is me Nahid Sabri. So today's video is all about how to make a simple chicken curry. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. കൂടുതൽ ഡിലേ ഒന്നും ഞാൻ വരുത്തുന്നില്ല. ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 സവാള, മീഡിയം സൈസ് സവാള, അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ച കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഓക്കെ, ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് സോട്ടായി കിട്ടും കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ മറന്നുപോയി. ഞാൻ പക്ഷെ ഉപ്പിട്ടിട്ടുണ്ട് ലാസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്രഷ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരിഞ്ചീരകം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ആ ക്രഷ് ചെയ്ത മിക്സ്ചർ ഈ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻ, ഗ്രീൻ ചില്ലി മിക്സ്ചറിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ മണമല്ലേ, പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് മാറിക്കഴിയുമ്പോൾ ഉണ്ടടാ നമ്മുടെ മസാലാസ് വരേണ്ട ടൈമായിട്ടുണ്ട്. മസാല ടൈം. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മല്ലിപ്പൊടി ഇടാം. ഓക്കെ, പിന്നെ നമ്മുടെ മുളക് പൊടി ഇടാം. ഓക്കെ, പിന്നെ ഇടണം ഗരം മസാലയും ഇടണം, കുരുമുളക് പൊടിയും ഇടണം. അത് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾ പക്ഷേ ഇട്ടിരിക്കണം. ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ വന്നിട്ടില്ല, അപ്പോൾ സോറി. അപ്പോൾ നമ്മളിനി ടൊമാറ്റോസ് ഇടേണ്ട ടൈമാണ്. ടൊമാറ്റോസ് ചേർക്കാം. നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്യാം. ഇനി ഈ സോട്ട് ചെയ്തതിലോട്ട് നമ്മളിനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ്ചറില്ലേ, ആ മസാലേൻ്റെ ഒക്കെ പച്ചമണല്ലേ, അതൊക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്യേണ്ട ടൈമാണ്. യെസ്, കം ദ ചിക്കൻ ചിക്കൻ ഇടുന്നു, കുറച്ച് ഉപ്പിടുന്നു, വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ചിക്കൻ കുക്കാക്കുന്നു. ഓക്കെ, സോ ചിക്കൻ കുക്കാവുന്നു. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള മിക്സ്ചർ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ തേങ്ങ, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, കാഷ്യൂനട്ട് അതും കൂടി ഇട്ട് ഒന്നൊരു പച്ച മണം, ആ തേങ്ങൻ്റെ ഒക്കെ ഒരു പച്ച ആക്കില്ലേ, അതൊന്ന് മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ കറി കുക്കായെന്ന് നോക്കാം. ഒരെണ്ണം എടുത്തുകൊണ്ടിരിക്കുന്നു, ഒരെണ്ണം കിട്ടുന്നില്ല. കിട്ടിക്കഴിഞ്ഞു. ആ മഷിയാണ് കുറച്ചും കൂടി ഒന്ന് വെന്തിട്ടുണ്ട്. വെന്തിട്ടുള്ള ഈ ചിക്കനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ്ചർ ആഡ് ചെയ്യുന്നു. കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നു. ആ മിക്സി കഴുകിയ അതിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, ഡോണ്ട് വേസ്റ്റ് എനിത്തിങ്. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി ആ മിക്സ്ചറൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നു. ഒന്നൊരു ബോയിലിംഗ് ഒക്കെ ഒന്ന് വരട്ടെ, നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളകട്ടെ. ഓക്കെ, എന്നിട്ടൊന്ന് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ സീസൺ ചെയ്യേണ്ട ടൈമാണ്. അതാണ് വെളിച്ചെണ്ണ, ചെറിയുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡാവട്ടെ. ബ്രൗണിഷ് ഷെയ്ഡായതിന് ശേഷം നമ്മളിതാ വന്നിരിക്കുന്നു, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുന്നു. ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്. എന്നിട്ട് നമ്മൾ കുറച്ച് പത്തിരി, ഞാൻ പറഞ്ഞല്ലോ പത്തിരിയും ഇടിയപ്പം, ചോറ്, നെയ്ച്ചോറ് ഒക്കെ നമ്മൾ കോമ്പിനേഷനാണ് കേട്ടോ. ഈ ചിക്കൻ നമ്മൾ ആ ഗ്രേവി അതിലേക്ക് ഒഴിക്കുന്നു. ടേസ്റ്റിംഗ് സെറമണിക്കായി ഞാൻ വന്നിരിക്കുന്നു, വായിൽ വെക്കുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ട് അടുത്ത്, അവൾക്കും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, ഡു ട്രൈ ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ടേക്ക് കെയർ. ബൈ.